ബഹുമാനപ്പെട്ട കോഴിക്കോട് കളക്ടർ നിരവധി തവണ കളക്ടറോട് നമ്മൾ ഇത് ആവശ്യപ്പെട്ടതാണ്. ഈ വടകരയിൽ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന്. പക്ഷെ ഒരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല. ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക, ദേശീയപാത നിർമ്മാണ പ്രവൃത്തി കൃത്യമായി മോണിറ്റർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് RMPI നേതൃത്വത്തിൽ അഴിമതി പാതയ്ക്കെതിരെ വടകര RD ഓഫീസ് മാർച്ച് നടത്തി. ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ദേശീയപാത അഴിമതിപാത, ദേശീയപാത അഴിമതിപാത, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളെയാകെ ബന്ദികളാക്കും. റോഡുകളുടെ പേര് പറഞ്ഞ് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവൻ അപകടപ്പെടുന്ന രൂപത്തിലേക്ക് അധിക ഗൗരവമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധിയാർന്ന മറ്റു പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും അതുപോലെ മറ്റ് എല്ലാ ഘടകങ്ങളെയും വെച്ചുകൊണ്ട് അറിവുള്ള വിദഗ്ധരായ ആളുകൾ വളരെ കൃത്യമായി ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും മുമ്പിലും അവതരിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു പാത കേരളത്തിന്റെ വലിയ രൂപത്തിലേക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉടലുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ വടകര മണ്ഡലത്തിലെ കുഞ്ഞിപ്പള്ളി പ്രദേശം, ആ കുഞ്ഞിപ്പള്ളിയിൽ കച്ചവടം ചെയ്യുന്ന വിജയൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വന്തം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ദേശീയപാതയുടെ കള്ളക്കുഴിയിൽ വീണ് ദാരുണമായി അദ്ദേഹത്തിന്റെ ജീവൻ പോയി. പിന്നീട് റഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ന്യൂമാഷി സ്വദേശിയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ആ തൊഴിലാളിയും ദേശീയപാതയുടെ ഈ അപകടകരമായ അവസ്ഥയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. നമ്മുടെ അടുത്താണത്. പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ചോമ്പാലിലെ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറഞ്ഞു നിൽക്കുന്ന മുഖവുമായിട്ടുള്ള നാണുവേട്ടൻ എന്ന് പറയുന്ന ഒരാള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഇതുപോലെ തന്നെ ദേശീയപാതയുടെ അപകട കുണ്ടിൽപ്പെട്ട് മരിച്ചു. KK രമ MLA, ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ദേശീയപാത ഈ മൂരാട് മുതൽ അഴിയൂർ വരെയുള്ള റീച്ച്, അതിലാണ് ഏറ്റവും അധികം പ്രശ്നം നിലനിൽക്കുന്നത്. ആ റീച്ചിലാണ് പണി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ റോഡിൽ കൂടി ഒരാൾക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. വാഹനങ്ങൾക്ക് പോയിട്ട് സാധാരണക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തത്രയ്ക്ക് ദുരിതപൂർണമാകുന്നു ഈ റോഡിലൂടെയുള്ള യാത്ര. ഇവിടെ സർവീസ് റോഡുകൾ എല്ലായിടത്തും ദേശീയപാതയിൽ സർവീസ് റോഡുകൾ ക്ലിയറാക്കി സർവീസ് റോഡുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടാണ് മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. പക്ഷെ നമ്മുടെ ഈ റീച്ചിൽ മാത്രം സർവീസ് റോഡുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പുനരുദ്ധാരണ പ്രവർത്തനമോ സഞ്ചരിക്കാൻ യോഗ്യമായ രൂപത്തിലേക്കോ അത് മാറ്റാൻ സാധിച്ചിട്ടില്ല. കുഴിയേത് കുണ്ടേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത റോഡ് എവിടെയുമില്ല. മുഴുവൻ സ്ഥലത്തും കുഴികൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് നമ്മൾ അധികാരികളുടെ നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നിരവധി കത്തുകളിലൂടെ ഈ കേന്ദ്ര ഗവൺമെന്റിനെയും NH-ന്റെ അതോറിറ്റിയെയും അറിയിച്ചതാണ്.
പക്ഷെ എന്ത് നടപടിയാണ് ഉണ്ടായത്? എന്തെങ്കിലും ഒരു ചെറുവിരലാക്കാൻ ഈ ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ടോ? കളക്ടറോട് നേരിട്ട് നമ്മൾ പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് ചേർന്ന് കളക്ടർ ഇതൊക്കെ കേൾക്കുകയെന്നല്ലാതെ അനന്തരം നടപടികൾ കളക്ടർ എന്താണ് കൈക്കൊള്ളുന്നത്? ബഹുമാനപ്പെട്ട കോഴിക്കോട് കളക്ടർ നിരവധി തവണ കളക്ടറോട് നമ്മൾ ഇത് ആവശ്യപ്പെട്ടതാണ്. ഈ വടകരയിൽ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന്. പക്ഷെ ഒരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ മണ്ണിടിഞ്ഞു വീഴുന്നു. മുക്കാലിയിലും വടപ്പള്ളിയിലും ഇവിടെ മൂരാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലും കോഴിക്കോട് കളക്ടർ തയ്യാറായിട്ടില്ല. പറ്റില്ല എന്ന് നമ്മൾ ആധികാരികമായി ആവശ്യപ്പെട്ടതാണ്. ഒരു കാരണവശാലും വടകരയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സോയിൽ നെയിലിംഗ് പരാജയമാണ് എന്ന് തെളിഞ്ഞ ഒരു പദ്ധതി വീണ്ടും ഇവിടെ തുടങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പൊ പഴങ്കാവിൽ എന്താ അവസ്ഥ? പഴങ്കാവിൽ ആളുകളുടെ പ്രതിഷേധം ഒന്നും വകവെക്കാതെ അവിടെ ഈ മണ്ണെടുത്ത സ്ഥലത്ത് വീണ്ടും സോയിൽ നെയിലിംഗുമായിട്ട് മുന്നോട്ട് പോയി. അത് വളരെ ഗുരുതരമായ പ്രശ്നം. മുക്കാടിയിലോ മടപ്പള്ളിയിലോ കാണാത്തത്ര ഗുരുതരമായ പ്രശ്നം ഇപ്പൊ പഴങ്കാവിലുണ്ടായി. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 12 മീറ്റർ നീളമുള്ള കമ്പി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് കയറ്റിയിട്ടാണ് പണി നടത്തുന്നത്. 12 മീറ്റർ നീളം. 12 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ എത്രമാത്രമുണ്ട്? അത് നേരെ ചെന്നിട്ട് കിണറിലേക്ക് എത്തുന്നു. കിണർ ഇടിഞ്ഞു വീഴുന്നു. വീടിന്റെ തറയിലേക്ക് ഈ കമ്പി കൊണ്ടെത്തുന്നു. തറ ഇടിഞ്ഞു വീഴുന്നു. നോക്കൂ നിങ്ങൾ, എത്ര അശാസ്ത്രീയമാണിത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് നാഷണൽ ഹൈവേയുടെ പണി നടത്താൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് തന്നത്? ഇത് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാകണ്ടേ? ഞങ്ങളിത് അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹൈവേ ഏറ്റെടുത്ത സ്ഥലത്താണ് ഇത്തരം പണി നടത്തേണ്ടത്. അല്ലാതെ ഇവിടുത്തെ സാധാരണ വ്യക്തികളുടെ സ്ഥലത്തേക്ക് ഒരു അനുവാദവുമില്ലാതെ ഇത്തരത്തിലുള്ള കമ്പി കയറ്റിക്കൊണ്ട് പണി നടത്തുക എന്ന് പറയുന്നത്, അത് പരിശോധിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞിട്ട് വന്നു നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അത്ര ഗുരുതരമായ വിഷയമാണ് ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന. എല്ലാ സ്ഥലത്തും ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും മരണങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് 5 വിളക്ക് പരിസരം ചുറ്റി റെസ്റ്റ് ഹൌസ് പരിസരത്ത് സമാപിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.